ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ്. നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം ആവശ്യപ്പെട്ട് കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസ് ഉപരോധിച്ച് വിദ്യാർത്ഥികൾ. MSF, SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളാണ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം. നമ്മുടെ മൂവാറ്റുപുഴയിലെ നിർമ്മല കോളേജിൽ നടന്നൊരു ഇഷ്യൂ, നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ചുരുക്കി വിവരിക്കാം. അവിടെയുള്ള കുറച്ച് കുട്ടികൾ കോളേജ് ടൈമിൽ ഏതോ റൂമിൽ കയറി നിസ്കരിക്കുന്ന സമയത്ത് അധ്യാപകരോ മറ്റു ഉത്തരവാദിത്തപ്പെട്ട ആരോ അത് തടയുകയും ഇവിടെ നിസ്കരിക്കാൻ പാടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തു പോയി നിസ്കരിക്കാം എന്ന് പറഞ്ഞതിനെ ചൊല്ലി കുറച്ച് കുട്ടികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവിടെ നിസ്കരിക്കാൻ വേണ്ടി ഒരു സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ട്. അപ്പോൾ കോളേജ് മാനേജ്മെന്റ് ആണെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ അണ്ടറിലുള്ള ഒരു കോളേജാണ്. അപ്പോൾ അവരാണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത് പള്ളികളുണ്ട്, അവിടെ പോയി നിസ്കരിക്കാം. കോളേജ് അഥവാ ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് വിദ്യ അഭ്യസിക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥലമാണ്, അതല്ലാതെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സ്ഥലമല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു മതേതരത്വ രാജ്യമാണ്. ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ എല്ലാവരും ഉണ്ട്. നമുക്കറിയാം ബാക്കിയുള്ള സമുദായക്കാര് 4 നേരം ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് മുസ്ലിം സമുദായക്കാർക്ക് 4 നേരം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ കോളേജിൽ അങ്ങനെ ഒരു പ്രാർത്ഥനാ മുറി അനുവദിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പെൺകുട്ടികൾക്കായാലും ഇപ്പൊ ആൺകുട്ടികൾക്കായാലും കോളേജ് കോമ്പൗണ്ടിന് വെളിയിൽ പോയി അടുത്ത് 3 പള്ളികളുണ്ടെന്ന് പറഞ്ഞു അവിടെ പോയി നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് കോളേജിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലേ, അല്ലാതെ തീവ്രവാദത്തിനല്ലല്ലോ അവരൊരു റൂം ചോദിക്കുന്നത്. അപ്പൊ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടില്ല. അപ്പൊ അത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആയാലും ഇനി ഹൈന്ദവ മാനേജ്മെന്റ് ആയാലും പ്രാർത്ഥനാ മുറി എന്ന് പറഞ്ഞിട്ട് ഒരു മുറി അലോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ PC ജോർജ് അടക്കമുള്ള MLA പറയുന്നുണ്ടായിരുന്നു, കോളേജിന്റെ അടുത്ത് തന്നെ 3 പള്ളികളുണ്ട്, അപ്പൊ മുസ്ലിം കുട്ടികൾക്ക് വേണമെങ്കിൽ ഇന്റർവെൽ സമയത്തോ മറ്റോ അവിടെ പോയി പ്രാർത്ഥിക്കാലോ എന്ന് പറയുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമില്ലേ, ഇസ്ലാം സഹോദരങ്ങൾക്ക് 4 നേരം പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ റൂം കൊടുക്കുന്നതിൽ ഇപ്പൊ എന്താ തെറ്റുള്ളത്? കുറെ പേര് ഇതിനെ എതിർക്കുന്നുണ്ടായിരുന്നു. വിദ്യ അഭ്യസിക്കാനുള്ള സ്ഥലമാണ് കോളേജ് അല്ലെങ്കിൽ കലാലയം എന്ന് പറയുന്നത്, അല്ലാതെ മതപരമായ കാര്യങ്ങൾക്കല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ ശരിയാണ്. കോളേജ് എന്ന് പറയുന്നത് വിദ്യ അഭ്യസിക്കാനുള്ള സ്ഥലമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതിൽ ഇപ്പൊ തെറ്റൊന്നുമില്ലല്ലോ. അപ്പൊ കോളേജിൽ പോകുന്ന സമയത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം തോന്നി, അതിപ്പോ ആർക്ക് വേണമെങ്കിലും ആ റൂമിൽ കയറി പ്രാർത്ഥിക്കാം. ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യനോ ആർക്ക് വേണമെങ്കിലും ആ റൂമിൽ കയറി പ്രാർത്ഥിക്കാം. അല്ലാതെ മുസ്ലിങ്ങൾക്ക് മാത്രമായ പ്രാർത്ഥന മുറി എന്നല്ല, ആർക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സംവിധാനം കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.